നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ചെൽസി ഇംഗ്ലീഷ് യുവ പ്രതിഭയായ കോൾ പാൽമറെ സ്വന്തമാക്കിയത്. നമുക്കറിയാം, മാഞ്ചസ്റ്റർ സിറ്റിയിൽ വേണ്ടത്ര അവസരങ്ങൾ പാൽമർക്ക് ലഭിച്ചിരുന്നില്ല. ലഭിക്കുന്ന അവസരങ്ങളെല്ലാം അദ്ദേഹം മുതലെടുത്തിരുന്നു. പക്ഷെ താരബാഹുല്യം കാരണം അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കാതെ പോവുകയായിരുന്നു. ഇതോടുകൂടിയാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി വിടാൻ തീരുമാനിച്ചത്. അത് കൃത്യമായ തീരുമാനമായിരുന്നു എന്നത് ഈ സീസണിലെ അദ്ദേഹത്തിന്റെ പ്രകടനം തെളിയിച്ചിട്ടുണ്ട്. ചെൽസിക്ക് വേണ്ടി മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പല മത്സരങ്ങളിലും ചെൽസിയെ വിജയിപ്പിച്ചത് കോൾ പാൽമറുടെ ഒരു മികവ് തന്നെയാണ്. 33 പ്രീമിയർ ലീഗ് മത്സരങ്ങളിലാണ് അദ്ദേഹം ആകെ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 32 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 22 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് അദ്ദേഹം പ്രീമിയർ ലീഗിൽ മാത്രമായിക്കൊണ്ട് നേടിയിട്ടുള്ളത്. ഇപ്പോൾ അർഹിച്ച ഒരു പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരമാണ് കോൾ പാൽമറെ ഇപ്പോൾ തേടിയെത്തിയിട്ടുള്ളത്. അദ്ദേഹം അത് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, മറ്റു യുവതാരങ്ങൾ, പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ ഫിൽ ഫോഡൻ, ആഴ്സണലിന്റെ ബുക്കയോ സാക്ക, അതുപോലെ തന്നെ വില്യം സാലിബ എന്നിവരൊക്കെ ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തിയവരാണ്. അവരെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കോൾ പാൽമർ ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. അർഹിച്ച ഒരു പുരസ്കാരം തന്നെയാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും ചെൽസിക്ക് ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബേൺ മൗത്തിനെതിരെയുള്ള ഒരു മത്സരം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സീസണിൽ ഭൂരിഭാഗം സമയത്തും മോശം പ്രകടനമായിരുന്നു ചെൽസി നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർ മികവിലേക്ക് ഉയരുന്നുണ്ട്. നിലവിൽ പ്രീമിയർ ലീഗിൽ 6ാം സ്ഥാനത്തേക്ക് ഉയരാൻ ചെൽസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 37 മത്സരങ്ങളിൽ നിന്ന് 60 പോയിന്റാണ് അവരുടെ ലീഗിലെ സമ്പാദ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.